അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങയുടെ മക്കള് അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട, ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിതരേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ തിരുസനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, ഇൻ്റർവ്യൂവിന് പോകുന്നവരെ, വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോഴ് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാഹകയായി നിന്നവളെ, മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത്. ആദ്യം അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആശ്വദിക്കുക, ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ സമയ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട്, വാങ്ങാൻ പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങയുടെ തിരുസനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അതുപോലെ തന്നെ ഈശോയെ, പലതരത്തിലുള്ള കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ, വലയുടെ കേടുപാടുകൾ, സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക, സ്ഥിരമായി വലക്ക് കേടുപാട് വരിക, അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുവകൾ, ഇംപ്യൂട്ട്സിനെ, ഉരുപ്പടികളെ, മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാർഡുകളും അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, നിൻ്റെ തിരുമുറുവാൻ വലുതകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ, അവരുടെ പാസ്പോർട്ടുകൾ, വിസ, അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസന്നിധി സഹോദരൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഈശോ നിങ്ങളുടെ അകത്ത് നിൻ്റെ തിരുവാർന്ന് വലുതകരം, ആണിപ്പെടുന്ന അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന തടസ്സങ്ങളെ, ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസ്ഥാനത്താലും ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാലും അൽത്താരിൽ നടന്ന 16 ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ മേലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും, മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭദർക്കമായ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനിരകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരുടെ വിതയ്ക്കുന്നു അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവെ, കണ്ണുനീരുടെ പോകുന്നവർ, ആശങ്കയോടെ പോകുന്നവർ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ, ദ ജോയ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ആസ്വദിക്കുന്നു. കർത്താവ്, വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട്, അവരുടെ താക്കോലുകൾ, അവരുടെ ലൈസൻസ് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്ന കർത്താവ് ആ ദൂതനെ അയച്ചു തരികയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന് കർത്താവ് യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ ഈ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധ ദൈവമാതാവിനെ നിങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിനും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ അപചാരം ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ഫയർ ഫിംഗർ, സക്ക് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ്, ലോർഡ് ഇൻഫ്യൂസ് ദ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മളിതൊരു സീരിയസ് ഓഫ് ടോക്കാണ് കേട്ടോ, അല്ലേ? ഇപ്പോൾ എന്താ പറയണത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമാണ്. അവനതിൻ്റെ ഉത്തരവ് എന്താണ്? അവൻ അയച്ചവനെ വിശ്വസിക്കുക. അപ്പം വിശ്വസിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വിശ്വസിക്കുമ്പോഴെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വിശ്വസിക്കുമ്പോൾ ബാക്കി എല്ലാവരും വിശ്വസിക്കണ പോലെ അല്ല. ഇപ്പം എനിക്ക് നിങ്ങളെ വിശ്വസിക്കാം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. പക്ഷേ നിങ്ങൾ എന്നോട് നാളെ എന്ത് ചെയ്യുമെന്ന് ഇന്ന് പറയാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ പരസ്പരമുള്ള വിശ്വാസം എന്നുള്ളത് ഭാഗികമായ അറിവിൽ അധിഷ്ഠാനമായതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ഭാഗികമാണ്. കാര്യം നമ്മുടെ പരസ്പര വിശ്വാസം. പക്ഷേ യേശുവിനെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞാൽ നമ്മളെന്താ വായിച്ചത്? 2:24 വായിച്ചത് എന്താണ്? അവനാ സുവിശേഷം, അവൻ ആരെയും വിശ്വസിച്ചില്ലെന്ന്. എന്താ കാര്യം? മനുഷ്യരുള്ള എന്താണെന്ന് അവന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദികരുടെ ധ്യാനം നടന്നപ്പോൾ എനിക്കൊരു കുർബാന ചെല്ലാനുള്ള ഒരു ദൈവാനുഗ്രഹം കിട്ടി. അപ്പോൾ ഞാൻ കുറേ പ്രാർത്ഥിച്ചാണ് കുർബാന ചെല്ലാൻ വേണ്ടി കയറിയത്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ വെളുപ്പിനെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പൗരോഹിത്യം, ഞാനും ഒരു 39 വർഷമായി പൗരോഹിത്യത്തിൽ, അടുത്ത പോലെ 40 വർഷമാകും. ഇത്രയും നാൾ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഏക റിസ്ക് എന്ന് പറയണത് ഞാൻ പുരോഹിതനാണെന്നുള്ളത് ദൈവത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണതാണ്. അത് ഒന്നൊന്നര പണിയാണത്. ഏക്കത്തില്ല. അതായത് ഞാൻ പുരോഹിതനാണെന്ന് ഞാൻ പുള്ളിക്കാരൻ ഏക്കത്തില്ല. അതെന്താ വെച്ചാൽ ഈ മനുഷ്യരുള്ള എന്താണെന്ന് അവനറിയാമല്ലോ. അത് കാരണം ഈ വിശ്വാസം ഏതാണ്ട് ഇതുപോലെയാണ്. എന്താണ്? ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. അത് എനിക്ക് വേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ ടഫായിട്ടുള്ള ഒരു ഡേഞ്ചറസ് സോണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് അഭ്യാസം കാണിച്ചാലും ചില പ്രാർത്ഥനകളൊക്കെ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ഏക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ 2 യോഹന്നാൻ 2:24 എന്താണ്? മനുഷ്യരിലുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നത്. അതാണ് സംഭവം. അപ്പം അതെന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ
പെട്ടെന്ന് ഉയരാനും അതേസമയം തന്നെ നമ്മൾ വളരാനും ഏറ്റവും നല്ല സംഭവം ദൈവത്തിനെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഒരു വ്യക്തിയെ ദൈവം അവിശ്വസിക്കാൻ കാരണങ്ങൾ ഒന്നിതാണ്. ലൂക്ക 11:39 എടുത്തേ. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതായത് അപ്പോൾ അസസ്മെന്റ് വരുമ്പോൾ മനുഷ്യരിങ്ങനെ പുറമേ നോക്കും. മത്തായി 23:27 എടുത്തേ. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസയരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. ഇതാണ് നത്തിങ് മോർ നത്തിങ് ലെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഒന്നും പറയാനില്ല. കാര്യമുള്ള ഈ അസസ്മെൻ്റ് എന്ന് വെച്ചാൽ വിലയിരുത്തൽ. ദൈവത്തിൻ്റെ വിലയിരുത്തലിൽ ദൈവം പുറമേ നോക്കി നമ്മളെ വിലയിരുത്തണില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ലൂക്ക 11:39 അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്താ വിഷയം എന്ന് പറഞ്ഞത്? ഇതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. മനുഷ്യനെ ഓക്കെയാക്കാൻ നമുക്ക് എളുപ്പമാണ്. കാര്യം മനുഷ്യനെ പുറമേ കണ്ടിട്ട് എല്ലാം ഓക്കെയാണെന്ന് സർട്ടിഫൈഡ് എന്ന് പറയും. ദൈവം അകവും പുറവും കാണുന്ന കാരണം ഈ അകം എപ്പോഴും വൃത്തിയായില്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ ദൈവത്തിന് ഫീൽ ചെയ്യും. അത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എപ്പോഴും നമ്മൾ സുവിശേഷവിധമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അകത്തിനാണ് പ്രാധാന്യം. പേര് ജിജി ബാബു. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 22 അതിന് കാരണമായത് എൻ്റെ ചേച്ചി ആലീസ് ബാബുവാണ്. ചേച്ചി പറഞ്ഞാണ് ഞാൻ ഇവിടെ അറിയുകയും എൻ്റെ കുഞ്ഞിന് ഒരു പഠിത്തത്തിലൊരു തടസ്സം വരികയും പരീക്ഷ കിട്ടാതെ വരികയും ചെയ്തപ്പോൾ നീ ഉടമ്പടി എടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്നത്. ഞാനിത് എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന വിദേശ പഠനവും അതിൻ്റെ വിസയും ഒക്കെ അവർക്ക് കിട്ടി, അവർ പോയതാണ്. അതിൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ ഈ സാക്ഷ്യത്തിൽ പറയാൻ പോകുന്നത് എനിക്ക് കിട്ടിയൊരു വലിയ രോഗശാന്തിയാണ്. അതായത് ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയ ശേഷം ആ ഇരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയും ഞാനത് മൈൻഡ് ചെയ്യാതെ കടന്നു പോയെങ്കിലും പിന്നീട് അതെനിക്ക് വളരെ വിഷമകരമായി വന്ന സ്ഥിതിക്ക് ഞാനത് ഡോക്ടറെ അടുത്ത് പോവുകയും സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് സില്ലിയായിട്ടെടുത്തു, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, മെഡിസിൻ കൊണ്ട് നോക്കാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കത് ചെറിയൊരു സർജറി പോലെ നമുക്ക് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല, തുടക്കം കൂട്ടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഹോർമോൺ ഗുളിക സ്റ്റാർട്ട് ചെയ്തു. ഹോർമോൺ ഗുളിക സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്കത് ബ്ലീഡിങ് പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ലായിരുന്നു. അത് ഡോക്ടർക്കൊരു ഡൗട്ടുണ്ടായി. കാരണം 1 തുള്ളി അല്ലെങ്കിൽ 2 തുള്ളി ബ്ലഡ് എപ്പോഴും തന്നെ പോയിക്കൊണ്ടിരുന്നു. ഗുളികയുടെ ഡോസ് കൂട്ടി 2 വെച്ച് 3 നേരം വെച്ച് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് അപ്പോൾ പൂർണ്ണമായി നിന്ന് കഴിയുവാണെങ്കിൽ നമുക്കൊരു ബയോപ്സി ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിന്നീട് ആ ഹോസ്പിറ്റലിലേക്ക് പോയില്ല. ബ്ലീഡിങ് നിന്നപ്പോൾ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ധൈര്യത്തിൽ ഹോർമോൺ ഗുളിക നിർത്തി. അറിയാമായിരുന്നു അതിൻ്റെ സൈഡ് എഫക്റ്റ് വലുതാവുന്നു എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാനത് നിർത്തി. അങ്ങനെ ഇരിക്കെ പിന്നീട് വേറൊരു ചെല്ലുന്നിടത്ത് ഡോക്ടർ സർജറി വേണമെന്ന് പറയുമെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇൻഷുർ കിട്ടാതെ വരുന്ന അവസ്ഥയിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ മാറുകയും അപ്പോൾ ഈ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അമ്മയോട് അപേക്ഷിച്ച് എന്നെ ഈ ഒക്ടോബർ 28 നടന്ന ജപമാല റാലിയിൽ പങ്കെടുപ്പിച്ചു. കാരണം എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പ്രശ്നമാകുന്നു. കാരണം എനിക്ക് ചെറിയൊരു ശ്വാസമുട്ടലിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അനസ്തേഷ്യ കുറച്ച് പ്രശ്നമാണ്. ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഭയമുണ്ടായിരുന്നു, ചേച്ചിക്കും ഭയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റാലിയിൽ പങ്കെടുത്തെങ്കിലും ആ ഓപ്പറേഷൻ മാറിയില്ല. അത് ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. കാരണം എനിക്ക് 3 രോഗസൗഖ്യങ്ങൾ അതിലൂടെ കിട്ടണമെന്നുള്ളത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അമ്മയുടെ ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ആ ഓപ്പറേഷൻ വേണമെന്നുള്ളത്. അത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ അവസാനം ഓപ്പറേഷന് കയറി. ഡോക്ടേഴ്സിനും ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. കാരണം അനസ്തേഷ്യ ഇൻഹേലർ എടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലുത് പെനിസിലിൻ അലർജിയാണ്. സാധാരണ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെനിസിലിൻ ഇഞ്ചക്ഷൻ ആവശ്യമാണ് മുറിവുണങ്ങണമെങ്കിൽ. അപ്പോൾ അതും അവർക്കൊരു ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും ഞാൻ
ഡോക്ടറോട് പറഞ്ഞു. ആദ്യമേ ഒരു മുസ്ലിം ഡോക്ടറാണ് എന്നെ സർജറി ചെയ്യുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. എനിക്ക് തിയേറ്ററിൽ ഞാൻ കയറണമെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് വേണം. എനിക്ക് എൻ്റെ കാശ് രൂപം വെക്കണമെന്ന് പറഞ്ഞെങ്കിലും ഡോക്ടർ പറഞ്ഞു കൈ ഒഴിഞ്ഞു. അത് ഇനി അനസ്തേഷ്യ ഇരിക്കുന്ന ഡോക്ടറുടെ കൈകളിലാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എനിക്കൊരു റോളുമില്ല ഇതിലെന്ന് പറഞ്ഞു. അവസാനം എന്നെ കെയർ ചെയ്യുന്ന സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, എൻ്റെ ശരീരത്തെ എവിടെയെങ്കിലും എനിക്ക് എൻ്റെ അമ്മയുടെ ആ സാന്നിധ്യം എനിക്ക് വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടറോട് പറയണ്ട, പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ICUയിലേക്ക് മാറ്റുന്ന സമയത്ത് ചേച്ചിക്ക് ഞാൻ അമ്മയെ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. നിവൃത്തിയില്ലാതെ ഞാനത് അനുസരിച്ച് എൻ്റെ ശരീരം, അതായത് സ്പൈനലാണ്, അപ്പോൾ ഞാൻ അവിടെയെല്ലാം ചേച്ചിയെ കൊണ്ട് തന്നെ ഉടമ്പടി തൈലം തോൽപ്പിച്ച് ഉള്ളിൽ വിശ്വാസപ്രമാണം ചൊല്ലി തേനും തൈലും ഉപ്പും കഴിച്ച് ഞാൻ തിയേറ്ററിലേക്ക് കയറി. അമ്മയോട് ഞാൻ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഒരു പക്ഷേ അനസ്തേഷ്യ തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എഴുന്നേൽക്കാതെ ആയി പോകുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടാകുമായിരുന്നു. പക്ഷേ ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ എങ്ങനെ തിയേറ്ററിലേക്ക് കയറുന്നുവോ അതുപോലെ നീ എന്നെ പുറത്തേക്ക് ഇറക്കണം. ഈ ബോധത്തോടു കൂടി തന്നെ നീ എന്നെ പുറത്തേക്ക് ഇറക്കണം. കാരണം ഞാൻ ബോധം മറഞ്ഞു പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഓപ്പറേഷന് കയറ്റി സർജറി വളരെ നന്നായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്തു. പക്ഷേ യൂട്രസ് വളരെയധികം എൻലാർജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ആദ്യമേ എന്നെ കാണുമ്പോഴൊക്കെ ചെയ്യുമ്പോഴും പേടിക്കണ്ട, ഇത് ക്യാൻസർ അല്ല, ഉള്ളിലൊരു യൂട്രസിൻ്റെ ഉള്ളിൽ പ്രവേശ ഭിത്തിയിൽ തന്നെ ഒരു മുഴയുണ്ടെങ്കിൽ അത് ക്യാൻസർ അല്ല എന്ന് എന്നോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു. ഞാനതിനെക്കുറിച്ചൊന്നും ഓർത്തില്ല. അങ്ങനെ അന്ന് തന്നെ അത് ബയോപ്സിക്ക് വിടുമല്ലോ, ബയോപ്സിക്ക് വിട്ടു. 7-ാം തീയതി സ്റ്റിച്ച് എടുക്കാൻ ചെല്ലാൻ പറഞ്ഞു. സ്റ്റിച്ച് എടുക്കാൻ ചെന്ന സമയത്ത് എന്നെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ഡോക്ടറുടെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് കൺസൾട്ടിങ് റൂമിലുണ്ടായിരുന്നത്. ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ ചേച്ചിയുടെ മുഖം വല്ലാതെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർക്കൊരു സംശയം, റിസൾട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്ന് അതിനകത്തുണ്ടായിരുന്നു. കാരണം ക്യാൻസറിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് അതായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് കാര്യങ്ങളെല്ലാം ഇരുത്തിയ ശേഷം നേരിട്ട് തന്നെ പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം, നമുക്ക് കോഴിക്കോട് ഇതേ തന്നെ പാത്തോളജിയിലേക്ക് നമുക്ക് അയക്കണം ഈ റിസൾട്ട്. ഇങ്ങനെ തന്നെയാണ് വരുന്നതെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടർ ചികിത്സ വേണ്ടി വരും. ഡോക്ടർ ഇവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാം. ഞാൻ തീർച്ചയായിട്ടും തകർന്നു പോകുമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് മാത്രം ഞാൻ ധൈര്യത്തോടു കൂടി ഞാനത് കേട്ടിരുന്നു. തിരിച്ച് ഞാൻ ഇറങ്ങി. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഇവർക്ക് വിഷമം തോന്നിയെങ്കിലും എനിക്കൊരു വിഷമം തന്നെ. പക്ഷേ ചേച്ചിക്കും ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ചേച്ചി ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടിത്തെ ആളാണ്, പുതുക്കിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്കും ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടായി കുഞ്ഞ് എല്ലാം വിഷമിച്ച് പോയി. അപ്പോൾ ചേട്ടായി എന്നോട് ചോദിച്ചു, നീ പേടിച്ച് പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനു പേടിക്കണം, ഞാൻ ഉടമ്പടിയില്ല, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ തേനും ഉപ്പും തൈലും ദിവസം കയ്യിലെടുത്ത് നമ്മൾ ഗുളിക 3 നേരം കഴിക്കുന്നത് പോലെ ഞാനത് ചാലിച്ച് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ജലവുമാണെന്നാണ് പറഞ്ഞിട്ടാണ് വിശ്വാസപ്രമാണം ഞാൻ കഴിക്കുന്നത്. കാരണം ആ കഴിക്കുന്നത് എൻ്റെ ഉദരത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മാരകമായതൊന്നും സംഭവിക്കില്ല എന്നുള്ള എനിക്ക് ദൃഢ നിശ്ചയമുണ്ടായിരുന്നു. ഞാൻ 3 നേരം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ആ സ്ഥിതിക്ക് എനിക്കൊന്നും വരികയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. പിന്നെയും നീണ്ട 10 ദിവസങ്ങൾ ഒരാശങ്കയുമില്ലാതെ റിസൾട്ട് വരുന്ന ദിവസം മോനാണ് പോയി മേടിച്ചത്. അത് കൊടുത്തു വിടുന്നതിന് മുമ്പ് തന്നെ ചേച്ചി ആ ഫയലിൽ ഉടമ്പടി ഉപ്പ് വിതറുകയും അങ്ങനെയാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മോൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ പൊട്ടിച്ച് നോക്കണ്ട, കാരണം ഡിഗ്രി കഴിഞ്ഞ കുഞ്ഞാണ്, എന്തെങ്കിലും കണ്ടാൽ അവന് സംശയം തോന്നും, അത് ഫസ്റ്റിലെ മാതാവിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടേ നമ്മൾ ഡോക്ടറടുത്തേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു, നീ വരണ്ട കൂടെ, ഞാൻ റിസൾട്ട് കാണിച്ചു കൊള്ളാം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു, മാതാവിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോരും, കാരണം സർജറി കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായുള്ളൂ, വണ്ടിക്കകത്ത് പോകുമ്പോൾ വിഷമാവും. ഞാൻ പറഞ്ഞു, സാരമില്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരലാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ കയറി, ഞാൻ പോയി. കാരണം തലേനെ എന്നോട് മാതാവ് പറഞ്ഞിരുന്നു, നീ ഒരു കൃപാസനം പത്രം എടുത്ത് ബാഗിൽ വെച്ചോളാൻ. കാരണം അമ്മ എന്നോട് അത് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. കാരണം എൻ്റെ ആദ്യത്തെ സാക്ഷ്യപ്പെടുത്തൽ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. കാരണം മുസ്ലിം ഡോക്ടറാണ്, കൂടെയുള്ള സഹപ്രവർത്തകരും അന്യജാതിയിൽപ്പെട്ടവർ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർക്ക് മാത്രം അമ്മയെ ഓപ്പൺ ചെയ്ത് കാണിച്ച ശേഷം ഞാനത് നോക്കാതെ തന്നെ ഞാൻ സെൻഡ് ചെയ്തു. ഞാൻ ആ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടി ഹോസ്പിറ്റലിൽ അവിടെ വാതിക്കൽ ഇറങ്ങുമ്പോഴത്തേക്കും ഉടമ്പടി ധ്യാനം പൂർത്തിയായിരുന്നു അന്ന് ചൊവ്വാഴ്ച. അപ്പോൾ തന്നെ ഈ ഡോക്ടർ മെസ്സേജ് വന്ന് കിടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ മെസ്സേജ് നോക്കണോ എന്ന് ചോദിച്ചു. നീ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിൻ്റെ മെസ്സേജ്, ഞങ്ങളുടെ ബന്ധുവാണ്, കൊച്ചിൻ്റെ മെസ്സേജ് പറഞ്ഞു, ആൻറ്റി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, ആൻറ്റി ഒന്നും പേടിക്കാനില്ലാന്ന്. ഞാൻ അവിടുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തന്നെ ഡോക്ടറെ അടുത്തേക്ക് ഞാൻ കയറി. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഫയലെല്ലാം നോക്കിയപ്പോൾ ഡോക്ടർ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി, ഞാൻ മാതാവിനോട് 4 കാര്യങ്ങളായിരുന്നു ചോദിച്ചത്. എൻ്റെ മക്കളെ നീ സങ്കടപ്പെടുത്തരുത്, ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടിങ് എനിക്ക് പാടില്ല, ഒരു ക്യാൻസറിൻ്റെ ഒരു ഗുളിക എന്നിൽ കഴിക്കാൻ ഇടയാക്കരുത്, എനിക്ക് ആ ഡോക്ടറെ നിഴൽ പോലും കാണണ്ട, ഈ കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടു.
അതുപോലെ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് നിങ്ങൾക്കറിയാം, അത് വേണ്ടി വരരുതെന്ന് പറയണം. ഇത്രയും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ എന്ത് കാര്യം മാതാവിനോട് എണ്ണി ചോദിച്ചുവോ അതുപോലെ തന്നെ ഡോക്ടർ ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് എൻ്റെ സർജറിക്ക് നേതൃത്വം സഹായിച്ച ഡോക്ടറെ വിളിച്ച് ഞങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടി വിളിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ ഞാൻ എന്ത് ചോദിച്ചോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, 6 മാസം കൊണ്ടുള്ള ചെക്കപ്പ് വേണോ? അപ്പോൾ ഡോക്ടർ പറയാണ്, നമ്മൾ അതിനകത്തുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞത് എൻ്റെ ഓവറയിൽ ഒരു സിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചത് ഓവറി അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് റിമൂവ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നോക്കട്ടെ, ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ നോക്കിയെങ്കിലും യാതൊരു കുഴപ്പമില്ലാത്ത എൻ്റെ ഓവറി രണ്ടും എടുത്ത് നീക്കാൻ അമ്മയാണ് നിർദ്ദേശിച്ചത് എനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഇങ്ങനെയൊരു ഒപ്പീനിയൻ വന്ന സ്ഥിതിക്ക് എൻ്റെ ഓവറി ആ ആഴ്ചയിൽ തന്നെ ഒരു ഓപ്പറേഷനിലൂടെ പിന്നെയും നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നു. അത് അമ്മ നിർദ്ദേശിച്ച പ്രകാരമാണ് ഡോക്ടർ അത് എടുത്തതെന്ന് എനിക്ക്, കാരണം യാതൊരു കുഴപ്പമില്ലാത്ത ഓവറി എടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷമാണല്ലോ ഈ റിസൾട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരു സർജറിയും കൂടെ മാതാവ് എന്നിൽ നിന്ന് ഒഴിവാക്കി തന്നു. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരു സ്കാൻ മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് വെറും വൈറ്റമിൻ ഗുളിക മാത്രം തന്നെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അതെനിക്ക് കിട്ടിയ ഒരു വലിയൊരു, കാരണം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആകേണ്ടിയിരുന്ന ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ഞാൻ വൈറ്റമിൻ ഗുളിക കഴിച്ച് മാത്രം നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷ്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഞാൻ ആദ്യത്തെ പത്രം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളത്, കാരണം ഞാൻ ഉടമ്പടിയില്ല. മുസ്ലിം ഡോക്ടർക്ക് എന്തറിയാം, എന്ത് ഉടമ്പടി, എന്ത് കൃപാസനം എന്ന്. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇതെന്നെ മാതാവ് രക്ഷിച്ചെന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പേടിക്കണ്ട, എടുത്തു കളഞ്ഞില്ല, ഇനി എന്തിനാ കരയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ സന്തോഷം കൊണ്ടാ, കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്നു കഴിഞ്ഞു. കാരണം അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, വൈദ്യശാസ്ത്രം പകച്ചു പോകുന്നൊരു സമയമുണ്ട്. ഇങ്ങനെ ആലപ്പുഴ കലവൂരിലൊരു പള്ളിയുണ്ട്, എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അമ്മയാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ ഉടമ്പടിയിലായിരുന്നു ഡോക്ടറെ, അത് ഞാൻ ദൈവമായിട്ടുള്ളൊരു ഉടമ്പടിയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കൃപാസനം പത്രം നേരെ നീട്ടി. കാര്യം ചേട്ടാ എന്നോട് പറഞ്ഞു, പത്രം കൊടുക്കണ്ട, ചിലപ്പോൾ മേടിച്ചില്ലെങ്കിൽ വിഷമമാകും എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഡോക്ടർക്ക് സമയം കിട്ടും, ഇത്രയും തിരക്കുള്ളൊരു ഡോക്ടറാണ്. ആ ഡോക്ടറെ നേരെ ഈ പത്രം നീട്ടിയപ്പോൾ നിരാകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്ത് തന്നെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെങ്കിലും സാരമില്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സഹിച്ചോളാം എന്ന് ഓർത്തുകൊണ്ട് ഞാൻ നീട്ടിയപ്പോൾ വളരെ ഭവ്യതയോടുകൂടി ആ ഡോക്ടർ ആ പത്രം മേടിക്കുകയും, അപ്പോൾ ഞാൻ പറഞ്ഞു സമയം കിട്ടുമ്പോൾ വായിക്കണം, കീറരുത്, വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കരുത്, ഇത് വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത്. അപ്പോൾ ആ പത്രം അവിടെ സൂക്ഷിച്ചു വെച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൺസൾട്ടിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ എന്നെ കണ്ടപാടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും കൂടെ മോളെ ഓർത്തതേ ഉള്ളൂ, കാരണം കൃപാസനം പത്രത്തിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ പേരും എൻ്റെ ഓർമ്മയും വന്നു എന്ന് പറഞ്ഞു. കാരണം അതെനിക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടിയതുപോലെ എനിക്ക് തോന്നിയത്. കാരണം ഒരു കൃപാസനം പത്രത്തിലൂടെ ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രത്യക്ഷണം അവിടെ നടന്നു കഴിഞ്ഞു എന്നുള്ളത് ഡോക്ടർ അത് അംഗീകരിച്ചെന്നുള്ളതാണ് സത്യം. ഇന്ന് ഞാൻ ഈ സ്റ്റേജ് ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോവുകയാണ്, എനിക്ക് പോകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. ലോങ് ട്രിപ്പാണ്, വയനാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, ഒരു കുഴപ്പവുമില്ല, ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ എത്തുമ്പോൾ തീർച്ചയായും ഡോക്ടർ പേര് എൻ്റെ പരാമർശത്തിലുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം എൻ്റെ വിദേശത്തുള്ള ജർമ്മനിയിലുള്ള എൻ്റെ മകൾക്ക് അവിടെ വെച്ച് ഒരു വയറുവേദന വരികയും ഒരു ഓൺലൈൻ ക്ലാസ്സോ അല്ലാതെ അവളെ ലാംഗ്വേജ് ക്ലാസ്സോ അവളെ പഠിക്കാൻ സമ്മതിക്കാത്ത വിധം അത് വല്ലാതെ അലട്ടിയിരുന്നു. അവൾ ഉടമ്പടി എടുത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞു പോയ കുഞ്ഞാണ്. എങ്കിലും എന്നോടൊന്ന് പ്രാർത്ഥിക്കണം അമ്മ, എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആ സമയത്താണ്, അതായത് അവൾക്കവിടെ വെളുപ്പിനാണ്, നമുക്കിവിടെ നേരം വെളുത്ത് കഴിഞ്ഞ ശേഷവും ആ വയറുവേദന കാരണം അവൾക്ക് ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കളെടുത്ത് ഇതുപോലെ തന്നെ വരുന്നു പ്രാർത്ഥിച്ചു. എൻ്റെ മകൾക്ക് രോഗസൗഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ള അവിടുത്തെ ഡോക്ടറെ കാണാൻ വിഷമമാണ്, എങ്കിലും 2 പ്രാവശ്യം അവസരം കിട്ടി. പക്ഷേ ഡോക്ടർക്കും കാരണം കണ്ടുപിടിക്കുന്നില്ല, ഗ്യാസ് കുടുങ്ങിയതാണെന്ന് മാത്രം പറയുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഒരു ഗുളികയും കൂടാതെ തന്നെ ഈ വിശുദ്ധ തൈലവും ഉപ്പും തേനും ചാച്ചി ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു, ഈശോയുടെ തിരുശരീരം തിരുരക്തം തിരുജല എൻ്റെ ദൂരെയായിരിക്കുന്ന മകളെ നീ തൊട്ട് സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ്, അതോടൊപ്പം എൻ്റെ ചേച്ചിയും അവൾക്ക് വേണ്ടി ഇതുപോലെ തന്നെ അവളുടെ വയറ് വീഡിയോ കോളിൽ കാണിച്ച് ചേച്ചി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അവൾക്കത് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം കിട്ടി. ഇപ്പോൾ വലിയ സന്തോഷം. അവൾക്കൊരു ഡിപ്രഷൻ പോലെ ആയിരുന്നു പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോയതുകൊണ്ട്. പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓരോ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ഫസ്റ്റിലെ ഉടമ്പടി എടുത്തപ്പോഴും പുതുക്കിയപ്പോഴുമല്ല എനിക്ക് കിട്ടിയതൊരു അനുരഞ്ജനമാണ്. കാരണം ക്ഷമിച്ചെങ്കിൽ മാത്രമേ ഉടമ്പടി വർക്കൗട്ടാവുള്ളൂ എന്ന് ജോസഫ് അച്ഛൻ പറയുന്നത് വളരെ വ്യക്തമാണ്. എന്നെ ശത്രുക്കളെ പോലെ കരുതുന്ന എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ മാതാപിതാക്കളോടും എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ആ ഒരു വലിയൊരു കൃപ എനിക്ക് കിട്ടി. അന്നേരം തന്നെ ഉടമ്പടിയിൽ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊല്ലി. അപ്പോൾ എനിക്ക് മനസ്സായി മാനസാന്തരമാണ് ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, വിട്ടുകൊടുക്കൽ, അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരുമായിട്ടുള്ള ഒരു വിഷമം തീർക്കുവാനും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതുപോലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു കൃപയും എനിക്ക് കിട്ടി എന്നുള്ളതാണ് സത്യം. അതുപോലെ പിന്നെ
എനിക്കിപ്പോൾ 3 മാസം റെസ്റ്റിലായിരുന്നു. എനിക്കൊന്നിനും പറ്റുന്നില്ല, കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഒരു ദിവസമെങ്കിലും ഒരു ഫോൺ എടുക്കുമ്പോൾ ആ ഫോണിൽ സംസാരിക്കുന്ന വ്യക്തികളെ പറഞ്ഞ് ഏതെങ്കിലും കാര്യത്തിൽ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് പറയാം, അമ്മയെക്കുറിച്ച് പറയാം. എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥന എഴുതി ഞാൻ പറ്റുന്നവർക്ക് ഞാൻ കൊടുക്കും. അത് ഒരു നിയോഗമൊന്നും വെച്ചിട്ടല്ല, അങ്ങനെയെങ്കിലും. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവ് ഇന്നൊരാൾ എന്നെ വിളിക്കാൻ ഇടയാകണേ. അങ്ങനെ വിളിക്കാൻ ഇടയായാലും അവസാനം അത് സംസാരിച്ച് അമ്മയിലേക്ക് എത്തിക്കാലോ, ഈ പള്ളിയെക്കുറിച്ച് എത്തിക്കാലോ എന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനെ എനിക്ക് ഒരാളെയെങ്കിലും ഒരു ദിവസമെങ്കിലും കിട്ടും. രോഗികളെ കാണാൻ പോകുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന എൻ്റെ കൈ കൊണ്ട് എഴുതി കൊടുത്ത് വിശുദ്ധ വസ്തുക്കൾ കൊടുത്തിട്ടാണ് പോരാറ്. എനിക്കിപ്പോൾ ഒന്നിനും പറ്റാതെ റെസ്റ്റിലായിരിക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുകയും പത്രം അമ്മയെക്കുറിച്ച് പറഞ്ഞ് തന്നെ വിതരണം ചെയ്യുകയും ചെയ്യും. രോഗികളെ സന്ദർശിക്കാറുണ്ട്. അങ്ങനെയാണ് കാരുണ്യപ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ഈ അമ്മയിലൂടെ മാത്രം എനിക്ക് സാധിച്ചതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയും, ഉറപ്പായിട്ടും പറയും, പണ്ട് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല, ആ വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ ആഴപ്പെടുത്തിയത് ഈ ഉടമ്പടി ഇടുന്ന ഒറ്റൊരു ഇതാണ്. പിന്നെ അതുപോലെ ഒരു തരത്തിലും വിൽക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലവും വീടുമായിരുന്നു എൻ്റേത്. അത് വിൽക്കാൻ ചെറുതായിട്ട് തന്നെ ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ ഒരിക്കലും സാധിക്കില്ല, പിന്നെ എന്തിനാ ഇത് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് തന്നെ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുകയും ആ വെളുപ്പിന് തന്നെ ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ വീടിൻ്റെ കുറച്ച് അകലെയുള്ള സ്ഥലം, അത് ഒരു തരത്തിലും ഞാൻ ചിന്തിക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ എന്നോട് ജോസഫ് അച്ഛൻ ചോദിക്കുകയാണ്, നിന്നോട് കുഞ്ഞോത്ത് വീടെടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമല്ല. ഞാൻ പൊട്ടി കരഞ്ഞപ്പോൾ എൻ്റെ തലയിൽ തഴുകി വെച്ച് അച്ഛൻ പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാതാവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് നടന്ന് നീങ്ങി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയെ ഇതേ രൂപത്തിൽ എൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ തൂണയിൽ അമ്മ കൈകൊണ്ട് തൂക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. കാരണം എൻ്റെ വീട് അല്പം മുഷിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവ് ഇതിൻ്റെ അർത്ഥം എന്താ? അമ്മ എൻ്റെ വീടിനെ തഴുകിയെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? വിൽക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ അമ്മ കാണിച്ചത് ഒരല്പം മുഷിവുണ്ട്, അത് മാറ്റിയാൽ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പലരോടും ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അമ്മയെ കണ്ടെങ്കിൽ ജോസഫ് അച്ഛൻ എന്നോട് മാതാവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ആ സ്ഥലവും വീടും കച്ചവടമാക്കി അടുത്ത സാക്ഷ്യത്തിനായി ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ അമ്മയോട് എന്നും പറയാറുണ്ട്, പ്രത്യക്ഷത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ 4ാമത് ഇവിടെ വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അമ്മയോടും തിരുക്കുമാരനോടും എനിക്കൊരു പുതിയ ജീവിതം തന്ന. കാരണം ഇന്ന് ഞാനിങ്ങനെ നിന്ന് സാക്ഷ്യം പറയാനുണ്ടാവുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ ഒരു രോഗിയായ വേഷത്തിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസ്ഥയിലായിരിക്കാം ഞാൻ ഈ സ്റ്റേജിലുണ്ടാവുക. പക്ഷേ ഒരു കുഴപ്പം കൂടാതെ സർജറി കഴിഞ്ഞ് 3 മാസം പൂർത്തിയായി. ഇന്ന് ഈ നിൽക്കുന്ന ഈ നിൽപ്പ് പോലും, എൻ്റെ ശ്വാസോച്ഛ്വാസം പോലും എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിൽ കൊടുക്കാത്ത ഒരു നിയോഗം പോലും എൻ്റെ ജീവിതത്തിലില്ല. കാരണം അമ്മയെപ്പോലെ ഒരു മാധ്യശക്തി ഈശോയുടെ മുമ്പിൽ ആർക്കും തരാനില്ല. കാരണം അമ്മയും മകനും അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അമ്മയിലൂടെ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, വേറെ എവിടെ കൊണ്ട് വെച്ചാലും നമുക്ക് സമയത്ത് ഇത് കിട്ടില്ല. കാരണം നമുക്ക് കിട്ടുമായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമ്മയോടുള്ള മാധ്യശക്തിയിൽ നമുക്ക് എത്ര ചോദിക്കുന്നില്ല. 10 ദിവസം കൊണ്ടാണെങ്കിൽ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നത് എൻ്റെ അവിടെ നീളം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യമാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് 4ാമത് ഒരു സാക്ഷ്യമായി ഞാൻ വരുമെന്ന് അമ്മയോട് പറഞ്ഞുകൊണ്ട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിശ്വാസത്തിലുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാപ്പ് നൽകും. ജിജി ബാബു ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ സാക്ഷ്യത്തിൻ്റെ അനുഭവമാണ് നമ്മളിവിടെ കേട്ടത്. ഈ മകൾ വളരെ നന്നായിട്ട് ഉടമ്പടി പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും പാലിക്കുകയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലവും ഉടമ്പടി വസ്തുക്കൾ ഞാൻ തേനും ഉപ്പും തൈലും കൂടെ, അത് ആദ്യം ഉപ്പ് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ, എനിക്കറിയില്ല. പിന്നീട് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു തന്നു, നീ അത് 3ഉം കൂടെ കയ്യിലെടുത്ത് ചാലിച്ച് ഈശോയുടെ തിരുശരീരവും തിരുരക്തം തിരുജലവുമാകുന്നു എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ നിനക്ക് കുറച്ചും കൂടെ അനുഭവം കിട്ടും. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഗുളിക 3 നേരം 4 നേരം കഴിക്കുന്നത് പോലെ ഞാനത് കഴിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഒരു മാരക രോഗം എന്നെ തീണ്ടുകയില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഉടമ്പടി വസ്തുക്കളുടെ ആ ഉപയോഗം മൂലമാണ് ഈ മകളുടെ ക്യാൻസർ രോഗം പൂർണ്ണമായിട്ട് മാതാവ് മാറ്റിക്കൊടുത്തത്. ആ ഫൈബ്രോയിഡ് എല്ലാം മാറ്റി മകൾക്ക് പൂർണ്ണമായും സൗഖ്യം കിട്ടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് വിദേശത്തുള്ള മകൾക്ക് വയറുവേദന വന്നപ്പോഴും വേറെ ഒന്നുമല്ല ചെയ്തത്, വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കൾ പുരട്ടുകയും കഴിക്കുകയും ചെയ്തപ്പോഴാണ് സൗഖ്യം കിട്ടിയത്. 10 വർഷമായിട്ട് പിണങ്ങിയിരുന്ന മാതാപിതാക്കളുമായിട്ട് രമ്യതയിലാകാനായിട്ടും മകളെ മാതാവ് സഹായിച്ചു. നമുക്ക് ഇവർക്ക് നൽകിയ, ഈ കുടുംബത്തിന് നൽകിയ, പ്രത്യേകിച്ച് ജിജി ബാബുവിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസന മാതാവിനും ഈശോയ്ക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.